നമസ്കാരം, ഞാൻ ധന്യ ഷാനോജ്. ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ ദിവസം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനമായതുകൊണ്ട് തന്നെ ഒരു ടെറേറിയം എങ്ങനെ സെറ്റ് ചെയ്യാം, അതിന്റെ പരിപാലനം എങ്ങനെ നമുക്ക് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ടെറേറിയം രണ്ട് ടൈപ്സിലുണ്ട്, ഓപ്പൺ ടെറേറിയവും ക്ലോസ്ഡ് ടെറേറിയവും. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്ലോസ്ഡ് ടെറേറിയം ആണ്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ജൂൺ 5, അതായത് ഇതേ ദിവസം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു ടെററിയം ആയിരുന്നു. ഇത് ഞാൻ പാലക്കാട് ഒരു സെന്ററിൽ പോയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ടെററിയം എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പഠിച്ചത്. അപ്പൊ അന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ടെററിയം. ഇതിന് ഇപ്പൊ ഒരു വർഷം കഴിയുമ്പോഴും ഇതിനൊരു ഡാമേജസോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇക്കോസിസ്റ്റം ഒക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ നടക്കുന്നുണ്ട്. നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇതിന്റെ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഞാനിത് പരിചയപ്പെടുത്തി തരാം. ഈ ടെറേറിയം എങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയതെന്നും ഇത് എങ്ങനെ പരിപാലിച്ചതെന്നും ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാം. ഇന്ന് നമുക്ക് ഒരു ക്ലോസ്ഡ് ടെറേറിയം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ടെറേറിയം എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരുന്നുണ്ടാവും. അതായത് ഒരു അടച്ചതോ അല്ലെങ്കിൽ തുറന്നതോ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പാത്രത്തിനുള്ളിൽ ചെടികൾ വളർത്തുന്ന രീതിയാണ് ടെറേറിയം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്താ പറയാം, ഒരു കുപ്പിക്കുള്ളിലെ പൂന്തോട്ടം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ മണ്ണും ഈർപ്പവും സസ്യങ്ങളും എല്ലാം അടങ്ങിയൊരുള്ള ഒരു ചെറിയൊരു ആവാസ വ്യവസ്ഥയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ വീടിന്റെ ഉൾഭാഗം നല്ല മനോഹരമായി വെക്കാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഈ ടെറേറിയം യൂസ് ആവുന്നുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ ഇതൊരു ക്ലോസ്ഡ് ടെറേറിയം ആണ്. അപ്പോൾ ഞാനൊരു ക്ലോസ്ഡ് ടെറേറിയം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ക്ലോസ്ഡ് ടെറേറിയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് സാൻഡ് വെച്ചിട്ടുണ്ട്, ഇത് പോട്ടി മിക്സ് ആണ്, പിന്നെ ഇത് അതും അതേപോലെ സാൻഡിന്റെ മിക്സ് ആണ്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് ക്ലേ ബൗൾസ് ആണ്. നമ്മുടെ ചെടികളിലൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലേ ബൗൾസ് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വേണം. അതായത് നമുക്ക് അധികം പെട്ടെന്ന് വളർന്നു വരാത്ത, അതായത് ഈർപ്പൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്സിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മണി പ്ലാന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം ഇതിൽ നല്ല ഇതിന്റെ ലീവ്സിനൊക്കെ ഡിഫറെന്റ് കളേഴ്സിൽ നമുക്കിത് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം നെറ്റാണ്. പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ ടെറേറിയം ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലീൻ ഫിലിമും നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വേണ്ടത് ഒരു സ്പ്രിംഗ് ടെയിലാണ്. സ്പ്രിംഗ് ടെയിൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അതായത് ഞാൻ പറഞ്ഞു, ഇതില് നമ്മളെ ടെറേറിയത്തില് ഒരു ആവാസ വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മണ്ണും ഈർപ്പവും സസ്യങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ ഇതിന് വേണ്ട നമുക്ക് കുറച്ച് അതിന് എന്താ പറയാ, നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ജീവികൾ, അതിൽ നമ്മൾ മണ്ണിലൊക്കെ ഉണ്ടാവുന്ന മണ്ണീര അങ്ങനെയുള്ള ജീവികളുണ്ടല്ലോ നമ്മുടെ ആവാസ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന, അതുപോലെയുള്ള ഒരു ജീവിയാണ് ഇത് സ്പ്രിംഗ് ടെയിൽ. ഇത് നമ്മൾ വളർത്തി എടുക്കണം. ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു നെറ്റിന്റെ കഷ്ണം മുറിച്ചെടുക്കുക. ഈ നെറ്റിന്റെ കഷ്ണം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ക്ലോസ്ഡ് ടെറേറിയം ആണെങ്കിൽ ഞാനൊരു ഫിഷ് ബൗളാണ് വാങ്ങിയിട്ടുള്ളത്. അതൊരു ചെറിയൊരു സൈസിലുള്ള ഫിഷ് ബൗളാണ്. ഇതിന്റെ ടോപ്പില്, ഇതിന്റെ വായ്ഭാഗത്തിൽ എത്രയാണോ ഈ റൗണ്ട് ഷേപ്പ് വരുന്നത്, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് ആയിരിക്കണം നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ബോൾസ് ഇതിലിട്ട് കൊടുക്കുക. ഇതിന്റെ അടിയിൽ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലേ ബോൾസ് ആണ് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിന്, നമ്മൾ വെള്ളം അധികം ആവുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, വെള്ളത്തിനൊക്കെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഈ ക്ലേ ബോൾസ് ആണ്. ഈ ക്ലേ ബോൾസ് ഇതിലിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത നെറ്റ് ഇതിലെന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക.
നെറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം നെറ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ആയിട്ട് ഇതിൽ വരുന്നുണ്ടാവും. ഇതിൽ നെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യണം, നമ്മള് ഈ പോട്ടി മിക്സിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോട്ടി മിക്സ് മാത്രമല്ല അതിൽ കുറച്ച് സാൻഡും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 2 ബൗൾ അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് പോട്ടി മിക്സ് ആണെങ്കിൽ അതിൽ 1 ഗ്ലാസ് സാൻഡ് ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മളത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ലെയർ ഫസ്റ്റ് എന്ത് ചെയ്തു, പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ലെയർ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടും ഓരോ ഭംഗിയിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ ആദ്യം ശേഷം എന്ത് ചെയ്യും, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അക്വേറിയം സാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിൽ പോയിട്ട്. അതായത് അക്വേറിയം ഷോപ്പിൽ നിന്നാണ് ഈ അക്വേറിയം സാൻഡ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിയിട്ട് അതുപോലെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നന്നായി കഴുകിയെടുത്ത് ഉണക്കിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, ടെററിയം കേട് വന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള ഒരു സാൻഡാണ്. ഇതെന്ത് ചെയ്യാം, നമ്മൾ കുറച്ചെടുത്ത് ഇതിന്റെ ഒരു ലെയർ, അതായത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ലെയർ ബൈ ലെയർ ആയി ഞാനിവിടെ സെറ്റ് ചെയ്തു. ഒരു ലെയർ സാൻഡ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അടുത്തൊരു ലെയർ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ സാൻഡ് ഇടാം. ഓക്കെ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ മണ്ണ്, അതായത് പോട്ടി മിക്സ് വെച്ച് നിറയ്ക്കരുത്. കാരണം നമുക്ക് അതിൽ ചെടികൾ വളരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് മാത്രം എന്ത് ചെയ്യാം, അതിന് വേണ്ട, അതായത് അതിന്റെ റൂട്ട് കറക്റ്റ് വളരാൻ വേണ്ട മണ്ണ് മാത്രം, പോട്ടി മിക്സ് മാത്രം അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 2 ലെയർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ചെടികളായിട്ട് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾക്ക് ഓരോ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൽ വെക്കാം. അതായത് ഓരോരുത്തർക്ക് ഓരോ ഭംഗി, അതായത് കാടിന്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ എങ്ങനെ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ചെടികളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചെടികൾ നമ്മളിപ്പോ ഓരോ എടുത്തു, അതിന്റെ എന്ത് ചെയ്തു, ഓരോ ചെടീന്റെ അതായത് ഹൈറ്റിനനുസരിച്ചിട്ട് ഓരോ ചെടികളുടെയും ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോ ഞാൻ 2 ചെടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പ്രിംഗ് ടൈല്, അതായത് ഇതിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പ്രിംഗ് ടൈല് ഇടാം. സ്പ്രിംഗ് ടൈലിനെ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ കാറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് പറന്നു പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈ കൊണ്ട് എടുക്കാണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മളൊരു സ്പ്രിംഗ് ടൈലിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ടൈലിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തുതരാം. ഇതിനെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അതിന്റെ പരിപാലനം എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്തു തരാം. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ടെറേറിയത്തിൽ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ എടുത്ത് ഒഴിക്കരുത്. ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഒഴിവാക്കിയ ഒരു ബോട്ടിലാണ്, അതിലൊരു ജസ്റ്റ് ഒരു സ്പ്രേ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, വേറെ പുതിയതായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. അങ്ങനെ സ്പ്രേ വെച്ച് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ അടിച്ചു കൊടുക്കുക. അതായത് നന്നായി അടയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ വെച്ചിട്ടുള്ള ഈ ഒരു സാൻഡ് ഉണ്ടല്ലോ നമ്മളെ, അതൊന്ന് നനയുന്നത് വരെ മാത്രം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, നമ്മള് വാട്ടർ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാൻഡ് ഉണ്ടല്ലോ, ആ സാൻഡൊക്കെ നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം,
സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇത് ഇതുണ്ടോ, നമ്മൾ ഓരോ ലെയറൊക്കെ വെച്ചു, അതിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ടു, അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം സ്പ്രിംഗ് ടൈലിനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മളെ ഫിലിമാണിത്, അതൊന്നുമില്ല, നമ്മളെ ഫുഡ് കണ്ടെയ്നറിൽ ഫുഡൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒട്ടിച്ചേരാറുള്ള ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പൊന്നും കിടക്കാണ്ടിരിക്കാനാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതെന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളത് എന്ത് ചെയ്തു, ഇത് കറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്തു, നമ്മളതിനെ അടച്ചു വെച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ടെററി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലോസ്ഡ് ടെററി ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിന്റെ നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ചെടികളൊക്കെ ഇതാക്കി കൊടുക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പൺ ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലാസ് ആണ്, പെട്ടെന്ന് ചൂടാവും. അപ്പൊ അതിന്റെ ചൂട് ഈ ചെടികളിലേക്ക് ഇറങ്ങിയിട്ട് ചെടികൾ നശിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് വെക്കണം. പക്ഷെ എന്ത് ചെയ്യണം, സൺലൈറ്റ് എന്തായാലും ഇതിന് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ ഉള്ളിൽ എവിടെയും സൺലൈറ്റ്, അതായത് വിൻഡോ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും നമ്മളെ വീട്ടിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല, ഒരു ടേബിൾ ലാമ്പ് ആയിട്ട് നമുക്ക് ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഒരു ടേബിൾ ലാമ്പ്, ഒരു ലൈറ്റ് വെച്ചിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ലൈറ്റിന്റെ ചൂട് കൊണ്ട് ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനും പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ടച്ച് അപ്പ് ഓഫ് ക്ലോസ്ഡ് ടെറേറിയംസ്. ഇതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയ ടെററിയംസ് ആണ്. അതിന്റെ മുന്നേ ഉണ്ടാക്കിയതാണ്. അതായത് ഓരോ ഷേപ്സിലും അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചെറിയ ഫിഷ് ബൗള്, പിന്നെ അതിന്റെ അടുത്ത സൈസ് ഉള്ളത്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെറേറിയംസ് ഒക്കെ പരീക്ഷിച്ചു നോക്കാം. കാരണം ചെടികളോട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും, അതേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിലൊക്കെ പോകുന്ന സമയത്ത് ചെടികൾ എനിക്ക് നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ചെടി നോക്കാൻ പറ്റാത്തത്. അതായത് അത്രയും ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കും, പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒരു ഉപകാരപ്പെടുന്നതായിരിക്കും ടെററി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരാം. ബൈ.